ഫിറ്റ്നസ് ആണ് വണ്ടി നോക്കി ടെസ്റ്റ് മുടങ്ങിയ വണ്ടി റോഡിൽ ഇറങ്ങാൻ പാടില്ല. വണ്ടി നോക്കിയാൽ വണ്ടി ടെസ്റ്റ് ഇല്ലാത്ത മുടക്കമുള്ള വണ്ടി റോഡിലിറക്കാൻ നിയമമുണ്ടോ? നിങ്ങൾ ഡ്രൈവറാകുമ്പോൾ നിങ്ങൾക്ക് അത് ചോദിക്കേണ്ട ഉത്തരവാദിത്വമില്ലേ? നിങ്ങൾ ഡെയിലി ബേസ് ആണോ? അപ്പോൾ നിങ്ങൾ ഈ വണ്ടി കൊണ്ട് ആരെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്വം പറയും. ഇത് ഒരു വർഷം 7 മാസമായിട്ട് ടെസ്റ്റ് മുടങ്ങിയ വണ്ടിയില്ലേ? നിങ്ങൾ വണ്ടി ഓടിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണ്ടേ? നിങ്ങൾ ഈ വണ്ടി തട്ടി ആരെങ്കിലും മരണപ്പെട്ടാൽ ഇതിൻ്റെ ക്ലെയിമൊക്കെ ആരാണ് ചെയ്യുന്നത്? മുനിസിപ്പാലിറ്റിയാണോ? അപ്പോൾ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല ഡ്രൈവർ എന്ന നിലയിൽ? അല്ല നിങ്ങൾ കാക്കി എന്ത്? നിങ്ങൾ കാക്കി എന്ത്? 7 മാസമായിട്ട് വണ്ടിക്ക് ഫിറ്റ്നസ് ഇല്ല, ടെസ്റ്റ് മുടക്കമുള്ള വണ്ടി. നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് ഈ വണ്ടി എടുത്തത്? ഇവിടെ അപകടം കഴിഞ്ഞ ദിവസം ഇവിടെ കച്ചവടയിൽ ഒരു അപകടം ഉണ്ടായി, ഒരാൾ മരണപ്പെട്ടു. നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ വിളിക്കും. ഫിറ്റ്നസ് ഇല്ലാത്ത വണ്ടി റോഡിലിറക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നെ നോക്കട്ടെ? സെക്രട്ടറി ആണോ അതോ ഹെൽത്ത് ഇൻസ്പെക്ടർ ആണോ നോക്കട്ടെ? ആറ്റിങ്ങൽ നഗരസഭയിലെ മാലിന്യം ശേഖരിക്കുന്ന ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനം കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. കഴിഞ്ഞ 7 മാസക്കാലമായി വാഹനം ഫിറ്റ്നസ് ഇല്ലാതെയാണ് സർവീസ് നടത്തിയിരുന്നത്. ആറ്റിങ്ങൽ നഗരസഭയിലെ പൊതു ഇടങ്ങളിലെ മാലിന്യം നീക്കം ചെയ്തിരുന്ന ഭാരത് ബെൻസിന്റെ ലോറിയാണ് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത്. നിങ്ങളൊരു പരിശോധന നടത്തി, നിങ്ങളൊരു വണ്ടി തട്ടി, നിങ്ങൾ ആറ്റിങ്ങൽ വിട്ട് നിങ്ങളെ വണ്ടി ഇടിക്കില്ല നിയമമൊന്നുമില്ലല്ലോ. നിങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാൻ ദൈവമൊന്നുമില്ലല്ലോ. നിങ്ങളെ വണ്ടിയിലെ അല്ല ഞാൻ ചോദിച്ചോളൂ, നിങ്ങളൊരു വണ്ടി തട്ടി, ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചോളൂ, ഈ വണ്ടി തട്ടി ഒരാൾ മരണപ്പെട്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം താങ്കൾ താൽക്കാലിക ജീവനക്കാരനാണ്, ഡെയിലി വൈസാണ്. ഇതിൻ്റെ ഉത്തരവാദിത്തം ആരാണ്? നഗരസഭ സെക്രട്ടറിയാണ്. ആ സെക്രട്ടറി ഈ മരണപ്പെട്ട ആൾക്കല്ലേ അപകടപ്പെട്ട ആൾക്ക് പൈസ കൊടുക്കുന്ന എവിടെ നിന്നാണ്? നഗരസഭയിലെ പൈസ അല്ല, അത് ഞങ്ങളൊക്കെ നിങ്ങൾ അടയ്ക്കുന്ന നികുതിയാണ്. അപ്പോൾ നിങ്ങളൊരു ഉത്തരവാദിത്വം ഇല്ലാതെ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഹെൽത്തിൻ്റെ അടുത്ത് ചോദിക്കും നിങ്ങളെല്ലാം അവിടെ കൊടുത്തുന്നതാണ്. നിങ്ങൾ ആ ഇതിനകത്ത് ഇരിക്കുന്നത് നിങ്ങളെ വിശ്വസിച്ചാണ് അപ്പുറത്ത് നിങ്ങളെ ജീവനക്കാരിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ലൈസൻസ് ഉണ്ടാകും നിങ്ങൾ ഇല്ലയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അത് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഇരിക്കുമ്പോൾ അല്ല ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ എന്താണ് ഇതൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്? കാറ്റുണ്ടാ എല്ലാം ഉണ്ടാകാൻ ശ്രദ്ധിക്കില്ലേ? അതുപോലെ വണ്ടിക്ക് എല്ലാ പേപ്പറും ഉണ്ടാകാൻ ശ്രദ്ധിക്കണം. അതാണ് ഡ്രൈവറിൻ്റെ ഒരു കടമാണെന്ന് പറയുന്നത്. നിങ്ങൾ കാക്കി പോലും ഇട്ടിട്ടില്ല. 7 മാസമായി ഈ വണ്ടിക്ക് ഇത് മുടങ്ങിയിട്ട്. ഞങ്ങൾക്കറിയാം, നിങ്ങൾ കഥയൊന്നും പറയണ്ട നമ്മുടെ അടുത്ത്. ഒന്നും പറയണ്ട. RTO ഓഫീസർ വരുമ്പോൾ പറഞ്ഞാൽ മതി. 2022 ഓഗസ്റ്റ് 21 ഈ വണ്ടി രജിസ്റ്റർ ചെയ്യണം. ഇത് 2 വർഷം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാനുള്ള വണ്ടിയാണ്. 2024 ഓഗസ്റ്റ് 21 ടെസ്റ്റ് ചെയ്യേണ്ട വണ്ടി ഇപ്പോൾ ഏകദേശം 7 മാസം കഴിഞ്ഞു. ഈ വണ്ടി ഇപ്പോഴും ഫിറ്റല്ല, ഇപ്പോഴും വണ്ടി നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വേസ്റ്റ് ഇറക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി ഇറക്കാം. എന്നിട്ട് ഞാൻ മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുപോയി ഇത് അവിടെ അവരെ സേഫ്റ്റിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നോട്ടീസ് കൊടുക്കാം. തൽക്കാലം അത്ര ചെയ്യാൻ പറ്റും. വേസ്റ്റ് കിടക്കുന്നതുകൊണ്ട് നമ്മൾ എടുത്ത് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഈ 7 മാസം കൊണ്ട് നിരത്തിലിറക്കിയ നടപടിക്രമങ്ങളൊന്നും ഉണ്ട്. അതിൻ്റെ ഈ ചെല്ലാൻ സെപ്പറേറ്റ് അത് പ്രിപ്പയർ ചെയ്യും കേട്ടോ. അത് ഇത് ഒന്ന് ഉച്ചയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിൽ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ആവും. വണ്ടി നിലവിൽ വേസ്റ്റ് കിടക്കില്ല. വേസ്റ്റ് ഇതേപോലെ റോഡിൽ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ റോഡ് വൃത്തിയിടാം. ഇതിപ്പോൾ ഇവർ വേസ്റ്റ് ഇറക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് ഈ വണ്ടിയും ലോഡ് വരും. നിലവിൽ വാഹനം ഹരിതകർമ്മസേനയുടെ മാലിന്യം ശേഖരിക്കാനാണ് ഓടിക്കൊണ്ടിരുന്നത്. ഹരിതകർമ്മസേനയുടെ വാഹനം റീടെസ്റ്റ് കഴിഞ്ഞ മാസങ്ങളായി നഗരസഭാംഗണത്തിൽ ഒതുക്കിയിരിക്കുകയാണ്. യാതൊരു രേഖയും സുരക്ഷയുമില്ലാതെയാണ് ഈ വാഹനം സ്കൂൾ സമയത്തുൾപ്പെടെ സഞ്ചരിച്ചിരുന്നത്. എന്നും സാധാരണക്കാരുടെ വാഹനങ്ങൾ പിടികൂടി ഫൈൻ അടയ്ക്കുന്ന RTO പോലീസ് അധികൃതരോട് ഈ വാഹനത്തിന്റെ നിയമലംഘനത്തെക്കുറിച്ച് പലതവണ പരാതിപ്പെട്ടിട്ടും നടപടിയെടുക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് സമരത്തിലേക്ക് പോയതെന്നും കർഷക കോൺഗ്രസ് ആരോപിച്ചു. ആറ്റിങ്ങൽ നഗരസഭയിലെ മാലിന്യം കൊണ്ടുപോകുന്ന ഭാരത് ബെൻസിന്റെ വണ്ടിയാണ്. കഴിഞ്ഞ 7 മാസക്കാലമായി ഇതിന് ഫിറ്റ്നസ് ഇല്ല. ആറ്റിങ്ങൽ നഗരസഭയുടെ ഫിറ്റ്നസ് ഇല്ലാത്ത വണ്ടിയാണ് ഇവിടെ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളുടെ ഹരിതകർമ്മ മിഷൻ്റെ മികച്ച പ്രവർത്തനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കൊട്ടിയാഘോഷിച്ച നഗരസഭ മൂക്കിന് താഴെ ഇങ്ങനെ ഒരു അനാസ്ഥ നടന്നിട്ടും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളതെല്ലാം കണ്ണും പൂട്ടി വിശ്വസിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 7 മാസം കൊണ്ട് ഇവിടെ ഒരു നിയമപരമായിട്ടുള്ള ഒരു പേപ്പർ വർക്കും നടത്തിയിട്ടില്ല. കാരണം ഈ വണ്ടി എന്ന് പറയുന്നത് ആറ്റിങ്ങൽ നഗരസഭയിലെ പൊതു ഇടങ്ങളിൽ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ കളക്ട് ചെയ്യാനുള്ള വണ്ടിയാണ്. ഇത് ഹരിതകർമ്മ സേനയുടെ വണ്ടിയല്ല. ഈ ഹരിതകർമ്മ സേനയുടെ യഥാർത്ഥത്തിലുള്ള വണ്ടി ആറ്റിങ്ങൽ നഗരസഭയുടെ അങ്കണത്തിലുണ്ട്. അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റാതെ കിടക്കുകയാണ്. കാരണം അത് തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഫുൾ ബോഡി അടിക്കാൻ പറ്റാത്തതിൻ്റെ കാരണത്താൽ അവിടെ അത് എടുക്കാൻ പറ്റില്ലെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ വാഹനത്തിന് വേണ്ടി അവിടുത്തെ ജീവനക്കാർ തന്നെ ഒരു നിവേദനം ആറ്റിങ്ങൽ നഗരസഭ സെക്രട്ടറിക്ക് മുൻപാകെയും ആരോഗ്യ വിഭാഗം മുൻപാകെയും നൽകിയെന്നാണ് ഞങ്ങൾക്ക് അതിനകത്ത് അറിയാൻ കഴിഞ്ഞത്.
ഈ വലിയൊരു അനാസ്ഥ. കഴിഞ്ഞ ദിവസം ആറ്റിങ്ങൽ കച്ചേരി നട ജംഗ്ഷനിൽ തന്നെ ഒരു അപകടമുണ്ടായി, ഒരാൾ മരണപ്പെട്ടു. ഈ വാഹനം ഇന്നോ നാളെയോ ഒരു അപകടത്തിൽപ്പെട്ടാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തമാരാണ്? നഗരസഭയുടെ സെക്രട്ടറിയാണ്. നഗരസഭയുടെ കസ്റ്റോഡിയനായ നഗരസഭ സെക്രട്ടറി ഇതിന് മറുപടി പറഞ്ഞേ മതിയാകൂ. ഇത്രയും വലിയൊരു വാഹനം, ഇത്രയും ലോഡ് കയറ്റിയൊരു വാഹനം സാധാരണക്കാർ അത് സ്കൂൾ ടൈമിങ്ങിൽ കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ആര് ഉത്തരവാദിത്തം പറയും? അതിൻ്റെ ജീവനക്കാരൻ തന്നെ, അതിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ തന്നെ താൽക്കാലിക ജീവനക്കാരനാണ്, ദിവസവേതന കൂലിക്കാരനാണ്. അപ്പോൾ ആ ഡ്രൈവർക്ക് പോലും യാതൊരു ഉത്തരവാദിത്വവുമില്ല. ഇവിടെ അതിനകത്ത് പേപ്പർ വർക്കൊന്നും നടത്തിയിട്ടില്ല. അപ്പോൾ ഈ വാഹനം കൊണ്ട് ആരെങ്കിലും മരണപ്പെട്ടാലും അല്ലെങ്കിൽ അപകടപ്പെട്ടാൽ അതിനുള്ള ചികിത്സാ സഹായമോ ക്ലെയിമോ നൽകാൻ നഗരസഭ സെക്രട്ടറിയെ കഴിയാവൂ. കാരണം നഗരസഭ സെക്രട്ടറിയാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ. ആ നഗരസഭ സെക്രട്ടറി ഈ വാഹനം ഇടിച്ചൊരു അപകടം ഉണ്ടായാൽ ഈ പണം എവിടെ നിന്ന് തരും? അത് ഞാനും നിങ്ങളും അടങ്ങുന്ന അവരുടെ നികുതി പണത്തിൽ നിന്നാണ്, അല്ലാതെ പാർട്ടി പരിപാടി ഫണ്ട് ഉപയോഗമൊന്നുമില്ല. അപ്പോൾ ഇത്രയും വലിയൊരു അനാസ്ഥ RTO ഉദ്യോഗസ്ഥർ വന്നു, പോലീസ് ഉദ്യോഗസ്ഥർ വന്നു. ഈ സാധാരണക്കാരായ ജനങ്ങളെ കുത്തിരി പിടിക്കുന്ന ആറ്റിങ്ങലെ പോലീസും RTO ഉദ്യോഗസ്ഥരും കേൾക്കാൻ വേണ്ടി പറയുക. ഇവിടെ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിനെ കുറിച്ച് പറയുന്ന കൗൺസിലർമാരും ഇവിടുത്തെ ഭരണപക്ഷ പാർട്ടിയും ഇവിടുത്തെ നേതാക്കന്മാരും അറിയാൻ വേണ്ടി പറയുക. നിങ്ങൾക്ക് ഈ തോന്നിവാസം കാണിക്കാമെങ്കിൽ ഒരു നേരത്തെ ഉപജീവന മാർഗത്തിന് വേണ്ടി നടക്കുന്ന ദിവസ തൊഴിലാളികൾക്ക് എന്തിന് അവരെ കുത്തിരി പിടിക്കുന്നു? ഈ ഇടവഴിയിലും വളവിലും നിന്നും പരിശോധന നടത്തുന്ന പോലീസിനെയും RTO ഉദ്യോഗസ്ഥരും ഇതൊരു മാതൃകാ പ്രവർത്തനമാക്കണം. കാരണം ഇവർ നടത്തുന്നതാണ് മാതൃകാ പ്രവർത്തനം. ഒരു പേപ്പറും ഇല്ലാതെ, ഒരു ഡോക്യുമെൻറ്റും ഇല്ലാതെ നഗരസഭയുടെ തെരുവീതികളിലൂടെ നിവർന്ന് നെഞ്ചും പിരിച്ച് നടക്കുന്ന ഈ വണ്ടി ഇത് കസ്റ്റഡി എടുക്കുന്നവരെ അല്ലെങ്കിൽ കസ്റ്റഡി എടുക്കാൻ വേണ്ടി എല്ലാ നിയമ പോരാട്ടങ്ങൾക്കും ഞങ്ങൾ നേതൃത്വം കൊടുക്കും. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെ വാഹനത്തിൽ മാലിന്യം ശേഖരിച്ച് സംസ്കരണ പ്ലാന്റിലേക്ക് മടങ്ങവെയാണ് വാഹനം തടഞ്ഞത്. പോലീസ്, RTO അധികൃതരും നഗരസഭ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. തുടർന്ന് RTO വാഹനം മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് മാറ്റി. തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് RTO അറിയിച്ചു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷൈജു ചന്ദ്രൻ, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ബാസി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കിരൺ കൊല്ലമ്പുഴ തുടങ്ങിയവർ നേതൃത്വം നൽകി. HP ന്യൂസ് 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി-ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം 6 വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ ₹2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. സരോ സാനിറ്ററി, ആറ്റിങ്ങൽ.